ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും വന്ദനയും വളരെ വളരെ സന്തോഷത്തോടു കൂടി പോണത് ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പിന് വേണ്ടിയാണ്. ഗേൾസ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും ലേഡീസാണ്, പക്ഷെ ഞങ്ങളെ തന്നെ ഗേൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ദേ നമ്മുടെ ഗേൾസ് ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരേ വൈബുള്ള 10-20 പേരും കൂടി പോകുമ്പോഴുള്ള സുഖമുണ്ടല്ലോ എൻ്റെ സാറേ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പറവൂർ മുസ്ലിസിലേക്കാണ്. ഞങ്ങൾ മുസ്ലിസിലേക്ക് വന്നേക്കാണ്. ഞങ്ങൾക്ക് അവിടെ 11 മണിക്കാണ് ചെക്കിനുള്ളൂ. അപ്പം അതുകൊണ്ട് അത്രയും നേരം ഞങ്ങൾ മുസ്ലിസിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ മുസ്ലിസിലേക്ക് ഒരുപാട് തവണ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും കാലത്ത് തന്നെ പറഞ്ഞത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ വന്ന കാരണം അവിടെ വേറൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേ ഫോട്ടോസും റീൽസും ഒക്കെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തു കേട്ടോ. പൊറിഞ്ചു മറിയത്തില് മറിയത്തിന്റെ അച്ഛൻ മരിച്ചത്. ഈ മാവുമ്പോ നിറച്ച് മാങ്ങിണ്ടായിട്ട് മൂവാണ്ടനാന്ന് തോന്നുന്നു. അല്ലേ കാലത്തന്നെ കാരണം ഇവിടെ നല്ല തിരക്കില്ലാത്ത സ്ഥലമാണ്. അത് കാരണം നമുക്ക് സുഖമായിട്ട് ഞാൻ പറയണ കേട്ട് നമ്മുടെ രഞ്ജി എല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ കോട്ടപ്പുറം കോട്ടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോണത്. എവിടെയാവോ കോട്ട? ഈ പുഴയിൽ. അതെയാ, ഇതാണ് നമ്മുടെ കോട്ടപ്പുറം പാലം. നല്ല പൊരിഞ്ഞ വെയിലത്താണ് ഞങ്ങൾ നടന്നു പോണത്. അപ്പോൾ ആ കോട്ടയുടെ അടുത്തേക്ക് ഞങ്ങളുടെ ട്രാവലർ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന കോട്ടയുടെ അവിടെ എത്തി. കോട്ടയുടെ ഉള്ളിൽ കയറാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ട്രിപ്പിൽ ഈ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അതിൽ കയറി. നമ്മുടെ സാർ അത് ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരുന്നു. ആ എൻട്രി ഫീസൊക്കെ സാറാണ് കൊടുത്തത്. ഞങ്ങളെല്ലാവരും കോട്ടപ്പുറം കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോട്ടപ്പുറം കോട്ട. കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ സാർ സ്പോൺസർ ചെയ്തു. ഫ്രീ. അങ്ങനെ കോട്ടപ്പുറം കോട്ടയിൽ കയറി ഫോട്ടോ എടുപ്പ് തുടങ്ങി. എവിടെ ചെന്നാലും ഇതാണല്ലോ നമ്മുടെ പതിവ് കലാപരിപാടികൾ. ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, അതൊക്കെ തന്നെ. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേമാതിരി ഒരു വലിയ മരം കേട്ടോ. എല്ലാവരും അതാണ് അവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെന്നപ്പോൾ തന്നെ ആ മരത്തിൻ്റെ മുമ്പിൽ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനാണ് എല്ലാവർക്കും ധൃതി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറേ ചുറ്റിക്കറങ്ങാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ആകെ ഒരു 10 രൂപ എൻട്രൻസ് ഫീസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറാണ്ട് പോയെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോയാനെ. പുളിമിഠായി, നെല്ലിക്ക, വെള്ളം, എന്താവും അവസ്ഥ അറിയില്ല. ഓടിച്ചാടി. സമയം ഇപ്പം 12-12:30 ആവാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചെക്കിങ് 11 മണിക്കായിരുന്നു കേട്ടോ. നമ്മൾ പോണത് എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലോ. സീ ലഗൂൺ ചെറായി നമ്മുടെ റിസോർട്ടിലേക്കാണ് പോണത്. നമ്മളൊരു ഡേ ഔട്ട് പാക്കേജാണ് എടുത്തേക്കണത്. അപ്പോൾ അവിടെ 11 മണി തൊട്ട് നമുക്കൊരു 6-7 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ പ്ലേസിലേക്ക് എത്തിപ്പോയി ഗൈസ്, എത്തിപ്പോയി. അങ്ങനെ അവിടുത്തെ ചെക്കിങ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങളോട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ബീച്ച് സൈഡിൽ പോവാം. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അന്നത്തെ ദിവസം ചൂസ് ചെയ്യാം. ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബീച്ച് സൈഡിലേക്കാണ്. അപ്പോൾ ബീച്ച് സൈഡിൽ ഒരു ചെറിയ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത്. കുറച്ച് നേരം നമ്മുടെ ബീച്ചിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഹോളിൽ കയറി കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടത്തിയിരുന്നു.
അങ്ങനെ ദേ എല്ലാവരും അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു തുടങ്ങി. ഞങ്ങൾ ദേ നേരെ പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. അതെന്ത് എന്ത് ഭാഷയാണത്? ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. നമ്മുടെ ബൊഫെ ഒക്കെ അവിടെ സെറ്റായി റെഡി ആയിരിക്കുന്നുണ്ട്. നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ദേ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദേ അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങട്ടെ. ആദ്യം തന്നെ നമുക്ക് സൂപ്പിൽ നിന്ന് തുടങ്ങാം. വെജാണോ നോൺ വെജാണോ? ആദ്യം തന്നെ കുടിച്ചോ. ആ ഇല്ലേ പറയാ എല്ലാവരും ദേ സൂപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ദേ നമ്മുടെ മെയിനിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പൊറോട്ട. അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ 2 ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസും നമ്മുടെ റൈസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫിഷ് കറി, ചില്ലി ചിക്കൻ, പിന്നെ സാലഡുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാമ്പാർ, പിന്നെ നമ്മുടെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ഡെസേർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ സ്വിം ചെയ്യാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ദേ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ അവിടെ വച്ച് കുറേ വീഡിയോസും റീൽസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു റീൽസും ഇല്ല, മതി ഇതന്നെ നിങ്ങൾക്ക് ധാരാളാ. അങ്ങനെ ഞങ്ങളെല്ലാവരും പൂളി കിടന്ന് കുത്തി മറയലായിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ വെയിലൊന്നും നമുക്ക് ഏക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അടിച്ച് പൊളിച്ച് അവിടെ തകർത്തട്ട. അങ്ങനെ ദേ പൂളി കിടന്ന് കുറേ നേരം കുത്തിമറിഞ്ഞതിന് ശേഷം ദേ ഞങ്ങൾക്ക് വേണ്ട ചായയും സ്നാക്സും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കയറിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായയും പഴംപൊരിയായിരുന്നു ഞങ്ങൾക്ക് സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത്. അതന്നെ കായലിൽ നിന്ന് കടലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂള് കായലും ഉണ്ടായില്ലോ. കടലിൽ ആർമാദിക്കാൻ പോവുകയാണ്. ഭ്രാന്തത്തികളായി
ബീച്ചിൽ വന്ന് ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ നിന്നു കേട്ടോ. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അസ്തമയ സൂര്യനെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്നു. അത് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അപ്പോൾ അതേ ആ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വീണ്ടും ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എന്ത് രസമല്ലേ നമ്മുടെ സൂര്യനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ. കടലിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ നോക്കിയിരിക്കാൻ പറ്റൂലേ. അപ്പം ഞങ്ങളുടെ ട്രിപ്പും അതേമാതിരി തന്നെ ഞങ്ങൾക്ക് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും കേട്ടോ. ഞങ്ങൾ ഈ 5 പേരെന്ന് പറയണതാണ് കേട്ടോ ഞങ്ങളുടെ ബാച്ച് ഉണ്ടായിരുന്നത്. അപ്പം അതിലിതേ നമ്മുടെ രഞ്ജിക്ക് മാത്രം എപ്പോഴും വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമല്ലാത്ത കാരണം അവൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കൂട്ടാ. പിന്നെ ഞങ്ങൾ 4 പേര് ഏത് സമയവും ഇങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാട്ടോ. എന്ത് രസമല്ലേ. അപ്പോൾ പ്രൈവറ്റ് ബീച്ചായ കാരണം വേറൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ മറ്റേ ബീച്ചുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മുടെ നെല്ലിക്കും ഇതൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയിട്ടാണ്. ഞങ്ങൾ 5 പേര് മാത്രം പോയില്ല. ഞങ്ങൾ 5 പേര് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ രസിച്ച് കളിച്ച് തിന്നു. അങ്ങനെ ദേ എല്ലാവരും തിരിച്ചെത്തി. ഇതേ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ്സ് വിഷമത്തിലാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോകണ്ട കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾക്ക് വീഡിയോസും അവിടെ നിന്നിട്ട് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ദേ ഞങ്ങളുടെ റിസോർട്ടിൽ പോയി. റിസോർട്ടിൻ്റെ അതേ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ആ സന്ധ്യ സമയമായ സൂര്യൻ്റെ ആ പ്രകാശവും ഒക്കെ കൂടിയായിപ്പോൾ എന്ത് രസമാണ് കാണാൻ. ദേ നമ്മുടെ പൂളും കായലും ബീച്ചും എല്ലാനും നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിട്ടില്ല കേട്ടോ. അത്ര നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ. നമ്മുടെ ദേ കണ്ട റിസോർട്ട് തന്നെ, റിസോർട്ടിൻ്റെ ആ ബിൽഡിങ്ങുകളൊക്കെ ചെയ്തേക്കണത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എന്താ ആംബിയൻസ് ആയിരുന്നല്ലേ, നല്ല രസമായിരുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത വേറെ കാര്യമാണ് നമ്മുടെ സീലഗൂൺ റിസോർട്ടിലെ അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും അത് കഴിഞ്ഞുള്ള ബൊഫയും പിന്നെ സ്നാക്സ് നമുക്ക് കഴിയുമ്പോൾ ഒരു ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നാക്സ് ആയാലും അതെ, ചായ ആയാലും അതെ, നമുക്ക് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അടിപൊളി സർവീസായിരുന്നു. അപ്പോൾ ഇതേമാതിരി ഉള്ള ഡേ ഔട്ടുകൾക്കും കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾക്കൊക്കെ എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. പോകാൻ പറ്റിയ ചാൻസ് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്, പോകണം കേട്ടോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ നേരെ വീണ്ടും മുസ്ലിസിലേക്കാണ് വന്നത് കേട്ടോ. അവിടെ നിന്ന് കയറിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആർക്കും. അപ്പോൾ ഞങ്ങളുടെ മുസ്ലിസിൽ ഇറങ്ങി. അവിടെ ലൈറ്റൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ അവിടെ പോയി ഐസ് ബോട്ടിൽ പോയി, നമ്മുടെ സ്വന്തം ഐസ് ബോട്ടിൽ പോയി ഞങ്ങളെല്ലാവരും ഐസൊക്കെ മേടിച്ച് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിസ് ആയതുകൊണ്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ മിസ് ചെയ്യണു എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് അടിച്ച് പൊളിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തകർത്തു. ഇതേമാതിരി ഇഷ്ടം പോലെ ട്രിപ്പുകൾ ഞങ്ങൾ പോയിട്ടുണ്ട്. ഫാമിലിയുടെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ലോണം എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഒരുപാട് എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു എല്ലാവരും കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ദിവ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേട്ടോ. നമ്മുടെ മിസ്സുള്ള കാരണം മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ടൂർ പോകാൻ പറ്റിയത്. അപ്പോൾ മിസ്സിനും സാറിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടിച്ച് പൊളിച്ചുള്ള ട്രിപ്പായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ദേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ കൊടകരെത്തി. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാ. അത് കഴിഞ്ഞ് ദേ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ള ഞങ്ങൾ ഷോർട്സും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ദേ പിന്നാലെ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഒരു മെമ്മറിക്ക് വേണ്ടി അവിടെ കിടന്നോട്ടേ എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ഒതുങ്ങി നടക്കുന്നുണ്ട് കിട്ടൊക്കെ ചെയ്യും. തിരിച്ചു കൊടുക്കും